അപ്പോൾ കണ്ടോ ഇതിങ്ങനെ നന്നായിട്ട് പുകയുകയും ചെയ്യും, ഇതിലുള്ള എണ്ണ മുഴുവൻ അബ്സോർബ് ആവുകയും ചെയ്യും. ഹായ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗ്രിൽ ചിക്കനാണ്. ഇപ്പോൾ നമ്മൾ വീട്ടിൽ ഓവനോ OTGയോ അല്ലെങ്കിൽ ഈ ചാർക്കോൾ ഗ്രില്ല് അതൊന്നും ഇല്ലെങ്കിൽ കൂടെ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, എന്നാൽ ടേസ്റ്റിൽ ഒരു കോംപ്രമൈസും ചെയ്യാത്ത ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു ഗ്രിൽ ചിക്കനാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒരു 1/2 കിലോ ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോണുള്ള ചിക്കനും എടുക്കാം. 1 സ്പൂൺ ഉപ്പിട്ടിട്ടാണ്, പെപ്പർ പൗഡർ, 1/2 സ്പൂൺ ഗരം മസാല. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില ഇതെല്ലാം കൂടെ നമ്മൾ മിക്സിയിൽ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്താണ്. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി. അപ്പോൾ നമുക്കിത് നന്നായിട്ട് കൂട്ടിത്തരണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ലൈം ജ്യൂസും കൂടെ ചേർക്കാം കേട്ടോ. നമ്മൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് ഏറ്റവും ചുരുങ്ങിയത് 1/2 മണിക്കൂർ തന്നെ നിങ്ങൾ വെക്കണം കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം 1/2 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈ അല്ല, നമ്മൾ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് എണ്ണ മതി കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് ഒരു സൈഡ് മുരിഞ്ഞ് കഴിയുമ്പോൾ മറച്ചിട്ട് കൊടുക്കാവേ. ചിക്കൻ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഒരു പാത്രത്തേക്ക് മാറ്റാം. അപ്പോൾ ഈ നേരം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട സാലഡ് റെഡിയാക്കാം. ഒനിയൻസ് ഇങ്ങനെ തിന്നായിട്ട് കട്ട് ചെയ്തത്, ക്യാരറ്റും ഇതുപോലെ തിന്നായിട്ട് കട്ട് ചെയ്തത്, പിന്നെ ക്യാപ്സിക്കം, ഒരു 2 പച്ചമുളക്, 1/2 സ്പൂൺ ഉപ്പ്, 1/2 സ്പൂൺ മുളക് പൊടി, കുറച്ച് വിനാഗിരി. അപ്പോൾ നമുക്കിത് നന്നായിട്ട് കൂട്ടിത്തരുമാവേ. OTGയോ ഓവനോ അല്ലെങ്കിൽ എന്താ പറയുക ഈ ചാർക്കോൾ ഗ്രില്ലോ ബാർബിക്യോ ഒന്നും ഇല്ലാതെ ഇതെങ്ങനെ വീട്ടിൽ ചെയ്തെടുക്കാം എന്നുള്ളത് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനുവേണ്ടി ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായാൽ മതി നമ്മുടെ കയ്യിൽ. നമ്മൾ ഈ വറുത്ത് വെച്ച ചിക്കൻ ഇതിനകത്തോട്ടേക്ക് ഇടുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഗ്യാസ് സ്റ്റവ് ഓണാക്കിയിട്ട് ഇതിങ്ങനെ ചെയ്യാം. അപ്പോൾ കണ്ടോ ഇതിങ്ങനെ നന്നായിട്ട് പുകയുകയും ചെയ്യും, ഇതിലുള്ള എണ്ണ മുഴുവൻ അബ്സോർബ് ആവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ശരിക്കും ആ ഗ്രില്ലിൻ്റെ സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇതുകൊണ്ടും കൂടിയാണ് ഞാനിത് ഭയങ്കര ഹെൽത്തിയാണെന്ന് നിങ്ങളോട് പറഞ്ഞത്. കാരണം ഈ എണ്ണ മുഴുവൻ അബ്സോർബ് ആവുകയും ചെയ്യും. നമ്മൾ ഈവൻ എണ്ണയിലാണ് ഫ്രൈ ചെയ്തെങ്കിലും നമുക്ക് ആ ബാർബിക്യൂൻ്റെ ടേസ്റ്റ് കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മളുടെ ഗ്രിൽ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയ ഗ്രീൻ സാലഡും അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമാണെങ്കിൽ മാത്രം ഈ ലൈം എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ സ്ക്വീസ് ചെയ്തിട്ട് എന്താ പറയുക ഈ സാലഡും കൂട്ടിയിട്ട് അങ്ങ് കഴിക്കുക. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്താലോ. ഒരു പീസ് ചിക്കൻ്റെ കൂടെ ഈ ഗ്രീൻ സാലഡും കൂട്ടിയിട്ട് സൂപ്പർ, ഒന്നും പറയാനല്ലോ. നമ്മൾ ഈ ഹോട്ടലിലൊക്കെ ചെന്ന് വാങ്ങിക്കുന്ന ഗ്രിൽ ചിക്കൻ്റെ അതേ ടേസ്റ്റ്. സി വി ക്യാൻ സ്റ്റോപ്പ് ഈറ്റിംഗ്. ഈ ലേസിൻ്റെ ഒക്കെ പരസ്യം പറയില്ലേ, നോ വൺ ക്യാൻ ഈറ്റ് ജസ്റ്റ് വൺ, അതുപോലെ സൂപ്പർ. അപ്പോൾ ഇതുപോലത്തെ യമ്മി ആയിട്ടുള്ള ഡിഷസ് കാണാനും കേൾക്കാനും നിങ്ങളുടെ ഡിയർ വൺസിന് ഉണ്ടാക്കി കൊടുക്കാനുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ലയാസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു അടിപൊളി ഡിഷുമായിട്ട് വരുന്നത് വരെ ബൈ.